പ്രിയമുള്ളവരെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസം അത് അതിരുകളില്ലാത്തതായിരുന്നു. 400-ലധികം സീറ്റുകൾ, രാജ്യസഭയിലും ലോക്സഭയിലും വലിയ അപ്രമാദിത്വം, എല്ലാ ബില്ലുകളും പാസാക്കിയെടുക്കുവാൻ കഴിയുന്നത്ര ഭൂരിപക്ഷം, അതൊക്കെയായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടാക്കുന്നതാണ് കണ്ടത്. പക്ഷേ 2024 ഇലക്ഷന് ശേഷം രാജ്യസഭയിലെയും ലോക്സഭയിലെയും തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മേധാവിത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ലോക്സഭാ ഇലക്ഷൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒട്ടുമിക്ക ബില്ലുകളും പാസാക്കിയെടുക്കുവാൻ തക്കവണ്ണം രാജ്യസഭയിലും ലോക്സഭയിലെയും തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ, അത് മറ്റുള്ള പാർട്ടിയിൽ നിന്ന് അംഗങ്ങളെ അടർത്തിയെടുത്ത് ബി ജെ പിയിൽ ചേർക്കുന്നതായാലും രാജ്യസഭയിൽ കുതിരക്കച്ചവടത്തിലൂടെ എം പിമാരെ വിജയിപ്പിച്ചെടുക്കുന്നതുമായാലും അങ്ങനെയുള്ള തന്ത്രങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതായ റിപ്പോർട്ട് വരുമ്പോൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം രാജ്യസഭയിൽ പരമാവധി കോൺഗ്രസിൻ്റെ എം പിമാരെ കുറയ്ക്കുക, ഈ മീനാക്ഷി നടരാജൻ്റെ പത്രിക പിന്തള്ളിയതോടുകൂടി കോൺഗ്രസ് ഉറപ്പായിട്ടും വിജയിക്കുമായിരുന്ന ഒരു രാജ്യസഭാ സീറ്റാണിപ്പോൾ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. വ്യക്തമായ കാരണം പോലും കാണിക്കാതെയാണ് ഈ മീനാക്ഷി നടരാജൻ്റെ പത്രിക പിന്തള്ളുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് തന്നെ ബി ജെ പി രാജ്യസഭയിലെയും ലോക്സഭയിലെയും തങ്ങളുടെ അംഗബലം ആസൂത്രിതമായി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും അത്തരത്തിലുള്ള ഒരു ഗെയിം പ്ലാൻ ബി ജെ പി നടപ്പാക്കുന്നുണ്ട്. തൃണമൂലിൻ്റെ ആകെയുള്ള 29 എം പിമാരിൽ അതിൽ ഒരാൾ മരിച്ചുപോയി, ബാക്കി 28 പേരാണുള്ളത്. അതിൽ 19 പേരും ഇപ്പോൾ ബി ജെ പിയുമായി ചേർന്ന് പോകുന്നു. അതിൽ ശത്രുഘ്ൻ സിൻഹ, അതുപോലെ സയോണി ഘോഷ്, യൂസഫ് പത്താൻ മുതലായ പ്രമുഖരായ എം പിമാർ ഉൾപ്പെടുന്ന 19 പേർ അവർ ബി ജെ പിയുമായി ചർച്ച നടത്തുന്നു. ഈ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു, അവർ ബി ജെ പിയെ പിന്താങ്ങുന്നു എന്ന വാർത്ത വരികയാണ്. അതായത് പശ്ചിമ ബംഗാളിലും ബി ജെ പിക്ക് 20 എം പിമാരുടെ ഒരു നേട്ടമുണ്ടാകുന്നു. നേരത്തെ രാഘചന്ദ, സന്ദീപ് പഥക്, അശോക് കുമാർ മുതലായ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പിമാർ ബി ജെ പിയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ രാജ്യസഭയിലും ലോക്സഭയിലും ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വഖഫ് ബില്ല്, അതുപോലെയുള്ള കുറച്ചധികം ബില്ലുകളുടെ ഒക്കെയും ചർച്ചയുണ്ടാകും. അത് ഏകപക്ഷീയമായി പാസാക്കിയെടുക്കുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ തന്ത്രങ്ങൾ നീളും എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയും അവിടെയുള്ള എം എൽ എമാരെ, കോൺഗ്രസിൻ്റെയും മറ്റു പ്രാദേശിക പാർട്ടികളുടെയും ഒക്കെ എം എൽ എമാരെ വിലക്കെടുക്കുവാനുള്ള തന്ത്രങ്ങളുണ്ടാകും. റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ആധിക്യമായിരിക്കും ഇനിയും ഉണ്ടാകുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. വളരെ കൃത്യമായി നീങ്ങിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും അതുപോലെയുള്ള പ്രാദേശിക പാർട്ടികളുടെയും ഒക്കെയും ഒരു അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറിയേക്കാം എന്ന രീതിയിൽ രൂപങ്ങൾ മാറുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മമതാ ബാനർജിയെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ഏകദേശം കട്ടപ്പുറത്തായ സ്ഥിതിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ബംഗാളിൽ നിന്ന് നല്ല തല്ല് ഏറ്റുവാങ്ങുന്നുണ്ട്. ചികിത്സയ്ക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എന്ന പത്രവാർത്ത വരുന്നു. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് ഒരു കീഴടങ്ങലിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ തെറിവിളിച്ച് നടന്ന മമതാ ബാനർജി ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണുവാൻ അവരുടെ വീട് കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ വളരെ കൃത്യമായി പങ്കെടുക്കുന്നു. നേരത്തെ ഒന്നും ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാതെ വിമർശിച്ച് നടന്ന തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ കൃത്യമായ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദേശീയ ഉപാധ്യക്ഷ പദവിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ചില റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസും തൃണമൂലും അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ ദീദി കോൺഗ്രസിലെത്തുവാനുള്ള സാധ്യതകൾ തന്നെയാണ്. കാരണം 1997 മമതാ ബാനർജി കോൺഗ്രസ് വിടുന്നത് സി പി എമ്മിൻ്റെ അരാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ബംഗാളിൽ എതിർക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായി കൈകോർത്ത് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിന് മുന്നിൽ വെച്ചിരുന്നു. അത് കോൺഗ്രസ് തള്ളുന്നതോടുകൂടിയാണ് മമതാ ബാനർജി കോൺഗ്രസ് വിടുന്നത്. പിന്നെ അവർ ബി ജെ പിയുമായിട്ട് രാഷ്ട്രീയ അലയൻസ് ഒക്കെ ഉണ്ടാക്കി. സി പി എം ബംഗാളിൽ തകർന്നു, അതിനുശേഷം ഇപ്പോൾ തൃണമൂലും തകർന്നു, ഇനി ബി ജെ പിയുടെ ഒരു തേരോട്ടമാണ്. അപ്പോൾ രാഷ്ട്രീയ അഭയത്തിന് വേണ്ടി ഒരുപക്ഷേ മമതാ ബാനർജിക്ക് കോൺഗ്രസിൽ തന്നെ എത്തുകയായിരിക്കും ഉചിതം. കാരണം ലയനം നടക്കുകയാണെങ്കിൽ
കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് എന്ന പദവി മമതാ ബാനർജി കിട്ടും. തൃണമൂലാണെങ്കിൽ ബംഗാളിൽ മാത്രം ഒതുങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മമതാ ബാനർജിക്കെതിരെ പ്രതികാര നടപടികൾ ബി സർക്കാർ തുടരുന്ന പക്ഷം മറ്റു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടും. അവിടെ ആ സംസ്ഥാനങ്ങളിലൊക്കെയും സർക്കാർ തൃണമൂൽ നേതാക്കന്മാരെയും മമതാ ബാനർജിയും വേട്ടയാടുകയാണെങ്കിൽ പ്രക്ഷോഭങ്ങളുണ്ടാകും. അതാണ് ഒരു പക്ഷേ തൃണമൂലിനെ ഇപ്പോൾ കോൺഗ്രസ് ലയിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ഒരു ചർച്ച വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് നേട്ടമാകുന്നത് മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂലിൻ്റെ എക്കാലത്തെയും മികച്ച പാർലമെൻറ്ററി നേതാവ് MP അവർ കോൺഗ്രസ്സിലെത്തുമെന്നാണ്. കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു യുവ നേതാവിൻ്റെ, വളരെ തീപ്പൊരിയായി സംസാരിക്കുന്ന ഒരു യുവ നേതാവിൻ്റെ അഭാവമുണ്ട്. കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് പഠിച്ച് സംസാരിക്കുന്ന മഹുവ മൊയ്ത്രയെ കോൺഗ്രസ്സിലെത്തുകയാണെങ്കിൽ, തൃണമൂൽ കോൺഗ്രസ് ലയിക്കുന്ന പക്ഷം കോൺഗ്രസ് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ നേട്ടമാകും എന്ന ചർച്ച തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് സംബന്ധിച്ച് ഖാർഗെയും കപിൽ സിബലും ഒക്കെ വളരെ മികച്ച പാർലമെന്ററിമാരാണെങ്കിൽ പോലും മഹുവ മൊയ്ത്ര എത്തുന്നതോടുകൂടി അവരുടെ ഒരു ഗ്രാഫ് ഉയരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഒരു സമയം തങ്ങളുടെ ഭാഗമായിരുന്ന, പിന്നീട് പാർട്ടി വിട്ടുപോയ പ്രാദേശിക പാർട്ടികളെയും നേതാക്കന്മാരെയും ഒക്കെ കോൺഗ്രസ് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉചിതമായി നടത്തുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് ജഗ്മോഹൻ റെഡ്ഡി ഒരുപക്ഷെ കോൺഗ്രസ് ലയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും YSR കോൺഗ്രസ് കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ സമയത്ത് പല ബില്ലുകൾക്കും മോഡി സർക്കാർ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. പിന്നീട് BJP തെലുങ്കുദേശം അതുപോലെ ജനസേന സഖ്യം ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ തെലുങ്കുദേശ നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ ഒരു ആരോപണം YSR കോൺഗ്രസിനെ BJP പിന്തുണയ്ക്കുന്നു, അവർക്കെതിരെ ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല, ജഗ്മോഹൻ റെഡ്ഡിക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കണം എന്ന രീതിയിലാണ് ചന്ദ്രബാബു നായിഡു പോകുന്നത്. അതുകൊണ്ട് BJPയിൽ നിന്ന് ഒരു രാഷ്ട്രീയ സപ്പോർട്ട് ഇപ്പോൾ ജഗ്മോഹന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ജഗ്മോഹൻ വീണ്ടും കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുന്നു. ജഗ്മോഹൻ കോൺഗ്രസ്സിലെത്തുവാനുള്ള സാധ്യതകൾ ചർച്ചയാണ്. കാരണം അവിടെ NDയുടെ ഘടകകക്ഷിയായ തെലുങ്കുദേശവും ജനസേനയുമാണ് പ്രവർത്തിക്കുന്നത്. അവർ ജഗ്മോഹനെതിരെ വളരെ ശക്തമായി നീങ്ങുന്നു. കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ ഒരു രാഷ്ട്രീയ അഭയം കിട്ടും എന്ന രീതിയിൽ ജഗ്മോഹൻ്റെ നിലപാടുകൾ മാറുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. മഹാരാഷ്ട്രയിൽ എടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ശരത് പവാർ അദ്ദേഹത്തിൻ്റെ വീര്യം ക്ഷയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരുമകൻ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ അജിത് പവാറിൻ്റെ പാർട്ടിയുടെ ഒരു വിഭാഗത്തെയും ഒപ്പം തൻ്റെ LCPയും കോൺഗ്രസ് ലയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അവരുടെ ഭാഗമായിരുന്ന, നേരത്തെ അവരുടെ വലിയ നേതാക്കന്മാരായിരുന്ന ആളുകൾ പിളർത്തിക്കൊണ്ടുപോയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ, അത് കോൺഗ്രസ് ലയിക്കുന്നു എന്ന വലിയ വാർത്ത ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് കോൺഗ്രസ് സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു തിരിച്ചുവരവായിരിക്കും എന്ന ഒരു നിഗമനം നടത്തുന്നുണ്ട്. മാത്രമല്ല ശരത് പവാറിനെയും ജഗ്മോഹനെയും ഒപ്പം മമതാ ബാനർജിയും പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു ദേശീയ ഇമേജ് ലഭിക്കുകയും അവർക്ക് BJP നടത്തുന്ന വേട്ടയാടൽ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുവാനും കഴിയും എന്ന ഒരു നിഗമനം കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.